സോ നമ്മളൊരു അടുത്ത എക്സാമ്പിളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ 2.4 ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. മൾട്ടിപ്പിൾ മാസസ് ഇ ഫ്രൈറ്റ് ട്രെയിൻ. ഒരു ചരക്ക് ട്രെയിനിൻ്റെ കാർസ്, അതിൻ്റെ ഓരോ ബോഗികൾക്കും ഫീൽ ചെയ്യുന്ന ഫോഴ്സാണ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നോട്ട് ഫീലിംഗ്. സോ ദ പ്രോബ്ലം ഈസ് 3 freight trains, each of mass m, are pulled with force F by a locomotive. Friction is negligible. Find the forces in each car. ഓരോ ബോഗിയിലും അല്ലെങ്കിൽ ഓരോ കാറിലും ഉള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പിക്ചർ. ഇതാണ് ഇവിടെ 3 കാർസാണുള്ളത്. ഈ ഒരു ട്രെയിനിന് 3 കാറുകളാണുള്ളത്. 1, 2, 3 നമ്പർ ചെയ്തിട്ടുണ്ട്. ഓരോ കാറിൻ്റെയും മാസ് എം ആണ് പറഞ്ഞിട്ടുണ്ട്. എം ആണ്. അത് അങ്ങോട്ടേക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഫോഴ്സ് കൊടുക്കുന്ന ഫോഴ്സ് എഫ് ആണ്. ആൻഡ് ലെറ്റ് us ടേക്ക് ദ ആക്സിലറേഷൻ ഈസ് എ. സിൻസ് എന്താണ്, എല്ലാ കാറുകൾക്കും ഒരേ ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ദ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു എ. നമുക്ക് എ ആയിട്ട് എടുക്കാം. ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉള്ളത്. സോ ഈ ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ ഉണ്ടാവും. ആൻഡ് ഫ്രിക്ഷൻ നെഗ്ലിജിബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഫ്രിക്ഷൻ ഫോഴ്സ് നെഗ്ലിജിബിളാണെന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ സിൻസ് ദ കാർസ് ആർ ജോയിൻഡ്, they are constrained to have the same acceleration A, as we said, because the total mass is 3m, their acceleration is, so the mass എന്ന് പറയുന്നത്, ഈ ഒരു മൊത്തം സിസ്റ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് m plus m plus m, which is equal to 3m. So the acceleration A is equal to force divided by mass. Mass is 3m. So the total acceleration is equal to F by 3m. And net force on each car. ഓരോ കാറിലും ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്സിലറേഷൻ. ആൻഡ് ഓരോ കാറിലും ഉള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഓരോ കാറിലുള്ള ആക്സിലറേഷനാണ് എ എന്ന് പറയുന്നത്. ഓരോ മാസ് ഇൻറ്റു ദാറ്റ് അതിൻ്റെ ആക്സിലറേഷൻ എം എ ഇസ് ഈക്വൽ ടു എന്ത് വരും, എഫ് ബൈ 3. എം ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എഫ് ബൈ 3 എന്ന് വരും. ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ഈച്ച് കാർ. ടോട്ടൽ ഫോഴ്സ് എഫ് ആണ്, മാസ് സെയിം ആണ്. സോ നെറ്റ് ഫോഴ്സ്, ഓരോ കാറിലുള്ള ഫോഴ്സ് നമുക്ക് എഫ് ബൈ 3 ആണ്. ഡയറക്റ്റായിട്ട് അങ്ങനെ പറയാം. ഇക്വേഷനും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പോസിറ്റീവ് വാല്യൂ ഉള്ള റൈറ്റ് സൈഡിലേക്കായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. സോ ആക്സിലറേഷൻ ഈസ് ഇൻ ദ റൈറ്റ് സൈഡ്. നമുക്ക് നോക്കാം ഓരോ കാറിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കേസ് 1 കാർ 3നെ കൺസിഡർ ചെയ്യാം. കാർ 3 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ എന്ത് വരയ്ക്കണം, കൺസിഡർ ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കണം. ഇനി ഫോഴ്സ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാർ, ഇതാണ്. അപ്പോൾ ഇവിടെ കാറിൽ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കൊരു ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ട്. 2, 3 കൊടുക്കുന്ന ഫോഴ്സ്. രണ്ടാമത്തെ കാറ് മൂന്നാമത്തെ കാറിൽ കൊടുക്കുന്ന ഫോഴ്സ് നമുക്കിതിനൊരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ പോയിൻ്റായിട്ട് നമ്മൾ മൊത്തം ഈ ഒരു കാറിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റിൽ നിന്ന് ഈ ഡയറക്ഷനിലേക്ക് F3 എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F3 എന്ന് പറയുന്നത് force exerted on car 3 by car 2. നമ്മളങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ ഒരു ബോഡിയുടെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ്
ആണ് നമ്മൾ ഫോഴ്സ് വെക്റ്റർ വരയ്ക്കുന്നത്. സോ F3 നമ്മൾ പറഞ്ഞിട്ട് എടുത്തത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ കാർ 3 ബൈ കാർ 2 ആൻഡ് വി ഹാവ് എ നോർമൽ ഫോഴ്സ് എൻ എന്ന് പറയുന്ന നോർമൽ ഫോഴ്സ് റെയിൽ താഴെയുള്ള ഫ്ലാറ്റ് റെയിൽ ഈ ഒരു ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സാണ് നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു y ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിൻ്റെ കാര്യം. ഇനി എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു വെയിറ്റ് കൂടിയുണ്ട്. വെയിറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ലെറ്റ് ഇറ്റ് ബി ഡബ്ല്യു. ഡബ്ല്യു ഇസ് ദ വെയിറ്റ് ഓഫ് ദ car 3 and n is the normal force acting by the rail to this car. So this is a force diagram is okay. Now let's have the equations of motion. Equation of motion നമുക്ക് നോക്കാം. വൈ ആക്സിസിലുള്ള എന്താണ്, വൈ ആക്സിസ് വൈ ഡയറക്ഷനിലുള്ളത് നമുക്കറിയാം എൻ മൈനസ് ഡബ്ല്യു അല്ലേ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്നിന് നേരെ ഓപ്പോസിറ്റാണ് ഡബ്ല്യു വരുന്നത്. എൻ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മാസ് എം ഇൻറ്റു എ വൈ. വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ എ വൈ ആയിട്ട് എടുക്കുക. വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ എ വൈ ആയിട്ട് എടുക്കുകയാണ്. ആൻഡ് ദ കാറിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ദെർഫോർ എൻ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ എം ഇൻറ്റു എ വൈ എന്ന് എഴുതാം. ആൻഡ് വാട്ട് ഈസ് ദ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ? കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഏതാണ്? എ വൈ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിലറേഷൻ ഇല്ല. എ വൈ ഇസ് ഈക്വൽ ടു 0. വൈ ഡയറക്ഷനിൽ ഈ ഫോഴ്സ് കൊണ്ട് ഒരു ആക്സിലറേഷനും ഉണ്ടാവുന്നില്ല. എൻ മൈനസ് ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് കൊണ്ട് ഒരു ആക്സിലറേഷനും ഉണ്ടാവുന്നില്ല. സോ ആക്സിലറേഷൻ എ വൈ ഇസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ദെർഫോർ എൻ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 which means n is equal to w. സോ നമ്മൾ ഈ ഒരു റെയിൽ ഈ തേർഡ് കാറിന് കൊടുക്കുന്ന നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റിന് ഈക്വലാണ്. സോ എക്സ് ആക്സിസിൽ ഉള്ള ഇക്വേഷൻ ഓഫ് മോഷനാണ് F3 is equal to m into a ആൻഡ് എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ m into f/3m. ആൻഡ് F3 is equal to എന്ത് വരും, f/3 എന്നായിട്ട് വരും. f/3 ആണ് കാർ 3യിൽ കൊടുക്കുന്ന ഫോഴ്സ്. ഇനി കാർ 2ൻ്റെ കേസ് നോക്കാം. സോ ഇതാണ് നമ്മൾ സെക്കൻഡ് കാറിൻ്റെ ഫോഴ്സ് ഡയഗ്രാം, ഫോഴ്സ് വെക്റ്റർ ഡയഗ്രാം. സോ ഇത് നമ്മൾ പോയിൻറ്റ് മാസമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി 4 ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുക. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് നോർമൽ ഫോഴ്സും പിന്നെ വെയ്റ്റും. ഇത് രണ്ടും ഈക്വലാണ്. ഫോർ കാർ 2 കാർ 3 എല്ലാത്തിനും നമ്മുടെ നോർമൽ ഫോഴ്സും വെയ്റ്റും ഈക്വലാണ് കേട്ടോ. ഇനി വെയ്റ്റ്. ഇനി വാട്ട് ഈസ് F2? F2 ഈസ് ദ ഫോഴ്സ് ഓൺ കാർ 2 ബൈ കാർ 1. കാർ 2ൽ കൊടുക്കുന്ന ഫോഴ്സാണ് F2 എന്ന് പറയുന്നത്. F3 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ കാർ 2 ബൈ കാർ 3. ഇപ്പുറത്തൊരു കാർ 3 ഉണ്ട്. കാർ 3 ഈ കാർ 2ൽ കൊടുക്കുന്ന ഫോഴ്സാണ് F3 ഡാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ഈ കാർ 2ഉം കാർ 3യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് F3 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. F3 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, F3 ഡാഷ് ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. സോ F3 ഈസ് ഈക്വൽ ടു F3 ഡാഷ് ആയിരിക്കും. അപ്പോൾ F3 നമുക്കറിയാം f/3 ആണെന്ന് അറിയാം. അപ്പോൾ F3 ഡാഷും f/3 ആയിരിക്കും. F3 ഡാഷ് ഈസ് ആൾസോ ഈസ് ഈക്വൽ ടു f/3. ഇനി നമുക്ക് നോക്കാം, ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതി വെക്കാം. ഇക്വേഷൻ ഓഫ് മോഷൻ ഇവിടെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമുക്ക് ഒരു ഇക്വേഷൻ നമുക്കറിയാം, n is equal to w, and the second one F3 dash minus F3 dash
പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0. എന്തുകൊണ്ട് അങ്ങനെ എടുത്ത് F3 ഡാഷ് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ലെഫ്റ്റിലുള്ളതെല്ലാം നെഗറ്റീവ് സൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആൻഡ് റൈറ്റ് സൈഡിലെല്ലാം പോസിറ്റീവ് സൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ F2 പ്ലസ് F2ഉം F3 എന്ന് പറയുന്നത് മൈനസ് F3 ആയിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇസ് ഈക്വൽ ടു 0 അല്ല, സോറി, ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആൻഡ് F2 ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ F2 ഇസ് ഈക്വൽ ടു MA പ്ലസ് F3 ഡാഷ് എന്ന് എഴുതാം ആൻഡ് F2 ഇസ് ഈക്വൽ ടു MA പ്ലസ് F/3, F3 ഡാഷ് ഇസ് F/3. സോ ആൻഡ് MA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, M ഇൻറ്റു A ഈസ് F/3M നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്ലസ് F/3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്ത് പോയി, F/3 പ്ലസ് F/3 2F/3 2F/3 F2 is equal to 2F/3. So net force on car 2ൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F2 മൈനസ് F3 ഡാഷ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2F/3 മൈനസ് F/3 ഇസ് ഈക്വൽ ടു F/3. അപ്പോൾ സെക്കൻഡ് കാറിൽ ടോട്ടൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F/3 ആണ്. ഇനി കാർ 1 നോക്കാം. അപ്പോൾ ഇതാണ് ഫോഴ്സ് ഡയഗ്രാം. ഫോഴ്സ് വെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്, പോയിൻ്റ് മാസ്സായിട്ട് കൺസിഡർ ചെയ്തു. M ആണ് ഇത്, ഫസ്റ്റ് കാറാണ്, M ആണ് ഇതിൻ്റെ മാസ്. സോ ഈ ഡയറക്ഷനിലേക്ക് F എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ലോക്കോമോട്ടീവ് കൊടുക്കുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് F എന്ന് പറഞ്ഞിട്ട്. ആൻഡ് നോർമൽ ഫോഴ്സ് വെയിറ്റ് ആൻഡ് F2 dash is the force on car 1 by car 2. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ കാർ 1ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റും അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് ന്യൂട്ടൺ. സോ F2 ഇസ് ഈക്വൽ ടു F2 ഡാഷ്. F2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, F2 ഇസ് ഈക്വൽ ടു 2F/3 വിച്ച് ഇസ് ഈക്വൽ ടു F2 ഡാഷ്. സോ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് F മൈനസ് F2 ഡാഷ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ. ഇസ് ഈക്വൽ ടു എന്ത് വരും, M ഇൻറ്റു മാസ് ഇൻറ്റു ആക്സിലറേഷൻ വരും. ആൻഡ് F മൈനസ് F2 ഡാഷ് ഈസ് 2F/3 ഇസ് ഈക്വൽ ടു M ഇൻറ്റു ആക്സിലറേഷൻ or F/3. This is 3F/3 എന്ന് എഴുതാം, കാരണം ഇത് രണ്ടും കൂടി LCM എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരും. 3 മൈനസ് 2 F/3 എന്ന് വരും. F/3 is equal to M into A, or A is equal to F/3M. F/3M ആണ് ഫസ്റ്റ് കാറിൽ ഉള്ള ആക്സിലറേഷൻ. സോ നെറ്റ് ഫോഴ്സ് ഓൺ കാർ 1 is equal to F minus F2 dash is equal to F minus 2F/3 is equal to F/3. അപ്പോൾ ഓരോ കാറിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വലാണ്, F/3 ആണ്. കാർ 1, 2, 3 എല്ലാത്തിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F/3 ആണ്, ഈക്വലാണ്. ഒരേ ഫോഴ്സാണ് കൊടുക്കുന്നത്, കണക്റ്റഡ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഈക്വലാണ്, സോ ഫോഴ്സും ഈക്വലാണ് ഓരോ കാറിലും ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിപ്പോൾ 3 കാറേ ഉള്ളൂ. നമുക്ക് നോക്കാം n നമ്പർ ഓഫ് കാർസ് ഉണ്ടെന്ന് വിചാരിക്കുക. കൺസിഡർ എ സ്ട്രിങ് ഓഫ് n നമ്പർ ഓഫ് കാർസ്. n കാർസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ 3 കാറുകൾ ജനറലൈസ് ചെയ്യാം. n കാറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, സ്ട്രിങ്ങിൽ n കാറുകളുണ്ട്. സോ അതിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? n കാർ ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഈസ് F/nm അല്ലേ.
ഓരോ കാറും ആക്സിലറേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് F/Nm ആയിരിക്കും. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് n ഫോഴ്സ് Fn pulling last n cars. അപ്പോൾ നമുക്കിപ്പോൾ n നമ്പർ ഓഫ് കാർസ് ഉണ്ട്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് ഒരു സ്മോൾ n നമ്പർ ഓഫ് കാർസിലുള്ള ഫോഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇക്വേഷൻ എങ്ങനെ എഴുതാം, Fn ആണ് ആ ഫോഴ്സ് എന്ന് പറയുന്നത്. Fn ഇസ് ഈക്വൽ ടു n കാറുകളാണ് m മാസ് ഉള്ളത് ഇൻറ്റു അതിൻ്റെ ആക്സിലറേഷനാണ് ഫോഴ്സ് വരിക, ആൻഡ് Nm ഇൻറ്റു ഓരോ കാറിലുള്ള ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു F/Nm. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് Nf/n ആണ്. ഫോഴ്സ് ലാസ്റ്റ് n കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Nf ഡിവൈഡഡ് ബൈ N. So the force between the car is proportional to the number of cars pulled. അപ്പോൾ Fn is proportional to n small n, അതായത് എന്ന് പറയുമ്പോൾ എത്ര കാറ് പുള്ള് ചെയ്തോ അതാണ് ലാസ്റ്റ് n കാറുകളാണ്, അപ്പോൾ അതിന് പ്രൊപ്പോർഷണലാണ്. The force between the cars is proportional to the number of cars pulled. In this problem, ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് F2 എന്ന് പറയുന്നത് 2F/3 ആൻഡ് F3 എന്ന് പറയുന്നത് F/3 ആയിരുന്നു. ഇവിടെ n എന്ന് പറഞ്ഞത് ലാസ്റ്റ് n കാർ, F2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കാറാണ്. അപ്പോൾ ലാസ്റ്റ് എത്ര കാർ പെട്ടതാണിത്, n is equal to 2, ആൻഡ് F3 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒറ്റ കാറാണ്, n is equal to 1. ഓക്കെ, നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ 3 കാറുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 3 ആണ്. നമ്മൾ ലാസ്റ്റ് കാർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്മോൾ n is equal to 1 വരും, അപ്പോൾ F/3 എന്ന് വരും. ഇനി രണ്ടാമത്തെ കാർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് 2 കാറുകളാണ് വരിക, അപ്പോൾ സ്മോൾ n is equal to 2 എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ 2 ഇൻറ്റു F/3 എന്ന് വരും, അപ്പോൾ 2F/3. അങ്ങനെയാണ് ഇക്വേഷൻ ജനറലി സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.